Hi students, welcome back to our science class. Today we are going to start with a new chapter, that is chapter 4, Matter and Materials. Standard 5, chapter 4, Matter and Materials. Okay. This is your chapter 4, Matter and Materials. When we look around us, we see many things. Okay, tables, chairs, books, clothes, water and many more things. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ട്. All these things are called matter. ഈ എല്ലാ വസ്തുക്കളെയും നമുക്ക് എന്തെന്ന് പറയാം? Matter എന്ന് പറയാം. What is matter? Matter is anything that has mass and occupies space. Matter എന്ന് പറഞ്ഞാൽ ഏത് വസ്തുവായാലും എന്തായാലും അതിന് ഒരു മാസ് ഉണ്ടായിരിക്കും. പിന്നെ അതിന് ഓക്യുപ്പൈ ചെയ്യാൻ സ്പേസ് വേണം, സ്ഥലം വേണം. Matter is anything that has mass and occupies space. Okay. What is matter? Matter is anything that has mass and occupies space. Matter is made up of very tiny particles called molecules. What is molecule? The matter is made up of very tiny particles called molecules. നമുക്ക് ചുറ്റുപാടുമുള്ള ഓരോ വസ്തുക്കളും ആ ഓരോ വസ്തുക്കളെ നമുക്ക് മാറ്റർ എന്ന് പറയാം. പക്ഷെ ആ മാറ്ററിന് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ചെറിയ ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഈ പീസ് ഓഫ് ചോക്ക്, ഈ ചോക്ക് നമുക്കറിയാം, ഇത് പൊടിച്ചാലും നമുക്ക് എന്താ കിട്ടുന്നത്? ചോക്ക് പൊടി. അതിൽ ഓരോ തരിക്കും എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഈ ചോക്കിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. എ മോളിക്യൂൾ ഈസ് എ സ്മോളർ യൂണിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. അതായത് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്റ്റൻസിൻ്റെയും ഏറ്റവും ചെറിയ യൂണിറ്റിനെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ മോളിക്യൂളിന് ആ ഒരു വസ്തുവിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം എ മോളിക്യൂൾ ഈസ് എ സ്മോളർ യൂണിറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്. ഏതൊരു വസ്തുവിൻ്റെ സ്മോളർ യൂണിറ്റ് എന്ന് പറയുന്നത് മോളിക്യൂൾ ആയിരിക്കും. ആൻഡ് ദ മോളിക്യൂൾ ഹാസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ആ മോളിക്യൂൾസിനുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ്. Matter is made up of tiny particles called molecules. Okay. The matter exists in 3 states: solids, liquids and gases. These are the 3 states of matter. Matter exists in 3 states: solids, liquids and gases. The molecules of matter are constantly moving. അതായത് നമുക്കറിയാം, സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും അതിലെ മോളിക്യൂൾസിന് എന്തുണ്ട്? മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഡിറ്റർമിൻസ് ദ സ്റ്റേറ്റ് ഓഫ് ദ മാറ്റർ. അതായത് മോളിക്യൂൾസ് എങ്ങനെയാണോ ഒരു മാറ്ററിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ആ മാറ്ററിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് വൺ സോളിഡ് സ്റ്റേറ്റ്. Solid സ്റ്റേറ്റിലാണെങ്കിൽ in solids the molecules are closely packed. Look at the picture. The solid state, the molecules are very closely packed. Can you see this? The molecules are very closely packed. They have no space to move around. അതുകൊണ്ട് ഇതിലുള്ള മോളിക്യൂൾസിനൊന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം വളരെ ക്ലോസ് ആയിട്ടാണ് സോളിഡ് സ്റ്റേറ്റിൽ മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ് സ്റ്റോൺ, അതുപോലെ തന്നെ ചോക്ക്, ഡെസ്ക്, ബെഞ്ച്, ഇതെല്ലാം സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ്സിലെ മോളിക്യൂൾസ് വളരെ ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സോളിഡ് സ്റ്റേറ്റ്സിൽ മോളിക്യൂൾസിന് മൂവ്മെന്റ് സാധ്യമല്ല. They have no space to move. ഇവിടെ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. Due to this type of arrangement, the solids have definite shape and occupy a definite space.
അതായത് സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് ഈ മോളിക്യൂൾസ് ഇത്ര ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടും അതിന് ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഉണ്ടായിരിക്കും. മോളിക്യൂൾസിന് സോളിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് ഒരു സ്പേസും ആവശ്യമാണ്. ഓക്കെ. Next is liquid state. In liquids, the molecules are less closely packed than in solids. Solidsനെ അപേക്ഷിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലെ മോളിക്യൂൾസ് എങ്ങനെയാണ്? ലെസ് ക്ലോസ്ലി പാക്ഡ് than in solid state. In liquids, the molecules are less closely packed than in solid. സോളിഡിനെ അപേക്ഷിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലെ മോളിക്യൂൾസ് കുറച്ച് മോളിക്യൂൾസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. Can you see this? They have some space to move around. അതുകൊണ്ട് ഈ മോളിക്യൂൾസിനെ മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്. Hence the liquids occupy a definite space but they do not have a definite shape. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾക്ക് ലിക്വിഡ്സ് ഓക്യുപ്പൈ എ ഡെഫിനിറ്റ് സ്പേസ്. സ്പേസ് ആവശ്യമാണ്, പക്ഷേ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വസ്തുക്കൾ they do not have a definite shape. ഒരു ഷേപ്പ് ഉണ്ടായിരിക്കില്ല, പക്ഷെ അതിന് സ്പേസ് ആവശ്യമാണ്. ഓക്കെ. They take the shape of the container in which they are kept. അതായത് ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ ലിക്വിഡ് എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും. ഇപ്പൊ വാട്ടറിന് പ്രത്യേകിച്ച് ഷേപ്പ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മളൊരു ഗ്ലാസ്സിലെടുത്താൽ ആ ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ജാറിലെടുത്താൽ ആ ജാറിന്റെ ഷേപ്പ് ആയിരിക്കും വാട്ടറിന്. And in the case of gas, the molecules in gas are far apart and move around easily. അതായത് ഗ്യാസിന്റെ കേസിലാണ് മോളിക്യൂൾസ് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് മൂവ്മെന്റ് സാധ്യമാണ്. അവിടെ എന്തുകൊണ്ടാണ് സ്പേസ് ഒരുപാടുണ്ട്. The molecules in gas are far apart and move around freely. Okay. ഇവിടെ മോളിക്യൂൾസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. Gases have neither a definite shape nor do they occupy a definite space. അതായത് ഗ്യാസിന് പ്രത്യേകിച്ച് ഒരു സൈസ് പ്രത്യേകിച്ച് ഒരു ഷേപ്പും ഇല്ല, അതിനെ ഓക്യുപ്പൈ ചെയ്യാൻ പ്രത്യേകിച്ച് സ്പേസും ആവശ്യമില്ലെന്നാണ് പറയുന്നത്. They take the shape and volume of the container. അത് നമുക്കറിയാം. ഇപ്പം ബലൂണിന് നമ്മൾ ഏത് ഗ്യാസ് ആണോ ഫില്ല് ചെയ്യുന്നത് അതനുസരിച്ച് ആ ബലൂണിന്റെ ഷേപ്പാണ് ഗ്യാസിന് കിട്ടുന്നത്. ഓക്കെ. The molecules in gas are far apart and move around freely. The gas have neither definite shape nor do they occupy a definite space. അതായത് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പും ഇല്ല, സ്പേസും ഇല്ല. They take the shape of the container and they take the shape and വോളിയം ഓഫ് ദ കണ്ടെയ്നർ. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു മാറ്റർ ഈസ് anything that has mass and occupies space. Matter exists in 3 states called solids, liquids and gas. Matter is made up of very tiny particles called molecules. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോൺ, ചോക്ക്, അല്ലേ? ഇതൊക്കെ എന്താണ്? ബെഞ്ച്, ഡെസ്ക്, ഇതെല്ലാം സോളിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ ലിക്വിഡ് ആണെങ്കിൽ can you see this? ലിക്വിഡിന് എക്സാമ്പിൾ ആണ് വാട്ടർ, ഓയിൽ, ഇതെല്ലാം ലിക്വിഡാണ്, അല്ലേ? അതുപോലെ തന്നെ ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ റെസ്പിറേഷനിൽ അകത്തോട്ട് എടുക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ ഗ്യാസിനെ അകത്തോട്ട് എടുക്കുന്നു, റിലീസ് ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? ആ പുറത്തേക്ക് പോകുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്, അകത്തേക്ക് നമ്മൾ റെസ്പിറേഷനിൽ എടുക്കുന്ന ഗ്യാസാണ് ഓക്സിജൻ. ഓക്കെ. നെക്സ്റ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ. അതായത് മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. അതായത് മാറ്ററിന് 3 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 3 സ്റ്റേറ്റ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. The state of matter can be interchanged by heating or cooling.
അതായത് നമ്മൾ ഈ മാറ്ററിന് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റിന് വ്യത്യാസം വരും. എങ്ങനെയാണ്? നമ്മൾ ചൂടാക്കുകയോ അല്ലെങ്കിൽ തണുപ്പിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കിന് ഈ സ്റ്റേറ്റിന് മാറ്ററിൻ്റെ ഈ സ്റ്റേറ്റ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിന് വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് ഐസ്. അതായത് ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ഓഫ് വാട്ടർ ഈസ് കോൾഡ് ഐസ്. വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ് എന്ന് പറയുന്നത്. അതുപോലെ ദ മോളിക്യൂൾസ് ആർ ഹെൽഡ് ടൈറ്റ്ലി ടുഗദർ ആൻഡ് കനോട്ട് മൂവ് ഈസിലി. സോളിഡ് സ്റ്റേറ്റ് ആകുമ്പോഴത്തേന് അതിലെ മോളിക്യൂൾസ് എങ്ങനെയായിരിക്കും? നല്ല ക്ലോസ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്, അല്ലേ? ആൻഡ് ദ മോളിക്യൂൾസ് കനോട്ട് മൂവ് ഈസിലി. അതുകൊണ്ട് മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആസ് ഐസ് ഹീറ്റ്സ് അപ്പ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. നമുക്കറിയാം ഐസ് നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? ലിക്വിഡായിട്ട് മാറും. ആൻഡ് ഇത് ഐസ് ഹീറ്റ്സ് അപ്പ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ് വാട്ടറായിട്ട് മാറും. ഐസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറും? വാട്ടറായിട്ട് മാറും. ദ മോളിക്യൂൾസ് ആർ ലൂസർ ആൻഡ് മൂവ് അബൌട്ട് ഈസിലി. അപ്പോൾ മോളിക്യൂൾസ് എങ്ങനെയാവും? വാട്ടർ സ്റ്റേറ്റിലോട്ട് ഐസ് വാട്ടർ ആകുമ്പോഴത്തേക്കിന് എങ്ങനെയാവും? അതിലെ മോളിക്യൂൾസ് ലൂസർ ആവും. അപ്പോൾ ആ മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റും. വെൻ വാട്ടർ ഈസ് ബോയിൽഡ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു വേപ്പർ. നമ്മൾ ഈ വാട്ടർ ചൂടാക്കുമ്പോൾ അത് ഏത് ഫോമിലോട്ട് പോവും? വേപ്പർ ഫോമിലോട്ട് മാറും. ദ മോളിക്യൂൾസ് ഇൻ വേപ്പർ മൂവ് ഫാസ്റ്റർ ദാൻ ഇൻ ലിക്വിഡ്. അപ്പോൾ മോളിക്യൂൾസ് ഏറ്റവും ഫ്രീ ആയിട്ടും ഫാസ്റ്ററായിട്ടും മൂവ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റിലായിരിക്കും? ഗ്യാസ് ഫോമിലായിരിക്കും, അല്ലേ? ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഈ വേപ്പർ സ്റ്റേറ്റ് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്ത് അത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുമ്പോഴത്തേന് മോളിക്യൂൾസ് ഇൻ ദ വേപ്പർ മൂവ് ഫാസ്റ്റർ ആൻഡ് ഇൻ ഫാസ്റ്റർ ദാൻ ഇൻ ലിക്വിഡിനെ അപേക്ഷിച്ച് മോളിക്യൂൾസ് നല്ല ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യും. വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അതായത് വാട്ടർ എന്ന് പറയുന്ന വാട്ടർ മാത്രമാണ് ഈ മാറ്ററിൻ്റെ 3 സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സ്റ്റേറ്റാണ്? വാട്ടറിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ആണ് ഐസ്. സോളിഡ് സ്റ്റേറ്റ് വരുന്നത് ഐസ്. ലിക്വിഡ് സ്റ്റേറ്റ് വരുമ്പോൾ വാട്ടർ. ഗേഷ്യസ് സ്റ്റേറ്റ് വരുമ്പോൾ വേപ്പർ. ഓക്കെ. അപ്പോൾ വാട്ടറാണ് ഈ മാറ്ററിൻ്റെ 3 സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ പറയുന്നത് സിമിലർലി വാക്സ് ഈസ് എ സോളിഡ് വിച്ച് മെൽറ്റ് ആൻഡ് ബിക്കംസ് എ ലിക്വിഡ് ഓൺ ഹീറ്റിംഗ്. അതായത് വാക്സ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ് ആണ്. അതിന് മെൽറ്റ് ചെയ്യുമ്പോഴത്തേനാണ് എന്തായിട്ട് മാറുന്നത്? ലിക്വിഡായിട്ട് മാറുന്നത്. ഇറ്റ് ബിക്കംസ് സോളിഡ് വാക്സ് ഓൺ കൂളിംഗ്. ഇതിനെ കൂൾ ചെയ്യുമ്പോഴത്തേനും ഇത് പിന്നെ ഏത് സ്റ്റേറ്റിലോട്ടാണ് മാറുന്നത്? തിരിച്ച് സോളിഡ് വാക്സ് ആയിട്ട് തന്നെയാണ് മാറുന്നത്. അപ്പം വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ 3 സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടർ മാത്രമാണ്. ഓക്കെ. This much for today. You studied well. We will meet in the next class. Thank you.